യെസ് അനൂപ്, ഇവിടെ ഇപ്പോൾ നിതിൻ ഗഡ്കരി യോഗം വിളിക്കുന്നു. ഇന്നലെ ശക്തമായ നടപടികളുണ്ടായി. KNR കൺസ്ട്രക്ഷൻസിനെ ഒരു മാസത്തേക്ക് ദേശീയപാത അതോറിറ്റിയുടെ എല്ലാ ടെൻഡർ നടപടികളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ട്. ഇത് വളരെ ഗൗരവമായി കാണുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ദേശീയപാതയ്ക്ക്, കേരളത്തിലെ ദേശീയപാതയ്ക്ക് ഒരു സുരക്ഷാ ഓഡിറ്റ് ഉണ്ടാകുമോ? ഇവിടെ കൂരിയാട് 280 മീറ്റർ തകർന്നു എന്നുള്ളതിനപ്പുറത്ത് തലപ്പാടി മുതൽ ഇപ്പോൾ പണി ഏറെക്കുറെ പൂർത്തിയാവുന്ന എടപ്പാൾ വരെയുള്ള ഭാഗങ്ങളിലെങ്കിലും ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തി കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണോ നടന്നിട്ടുള്ളത്, അങ്ങനെ അല്ലെങ്കിൽ അതിന് പരിഹാരം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഗൗരവതരമായ ഒരു ആലോചനയ്ക്കുള്ള സമയമാണ് ഇത് എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വിലയിരുത്തുന്നുണ്ടോ? നേരത്തെ തന്നെ ET മുഹമ്മദ് ബഷീർ MP ഇക്കാര്യങ്ങളെല്ലാം മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞിരുന്നു. കേരളത്തിൽ ഈ ദേശീയപാത കടന്നു പോകുന്നത് 30% വയൽ പ്രദേശത്ത് കൂടെ, 30% യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ദേശീയപാതയ്ക്ക് സമീപത്ത് കൂടെ അല്ലെങ്കിൽ ആ ദേശീയപാത കടന്നു പോകുന്ന വഴിയിലൂടെയോ, ബാക്കി കുറേയേറെ കുന്നുകളുള്ള മേഖലയിലൂടെ. ഇങ്ങനെയുള്ളപ്പോൾ ഒരു പ്രശ്നം, കുന്നിടിച്ച സ്ഥലങ്ങളിലൊക്കെ ഇരുഭാഗങ്ങളിൽ നിന്നും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. വയലുള്ള മേഖലകളിൽ റോഡ് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കേരളത്തിന്റെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങൾ പരിഗണിക്കാതെയാണോ DPR തയ്യാറാക്കിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ തന്നെ കൂരിയാട് ഈ റോഡ് തകർന്നു പോയിടത്ത് 2 തോടുകൾ ഉണ്ടായിരുന്നു. ആ തോടുകൾ ഇല്ലാതാക്കിയതാണ് ഇപ്പോൾ ഈ കുഴപ്പത്തിന് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാട്ടുകാർക്ക് പറയാനുള്ളതൊന്നും കേൾക്കാതെ, പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് പറയാൻ ഒന്നും കേൾക്കാതെ, ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് പോവുകയായിരുന്നു. അതാണ് ഒറ്റ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ തകർന്ന് തരിപ്പണമാകാനുള്ള കാരണമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ പരിശോധിക്കും. കാര്യക്ഷമമായി തന്നെ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അനുഭവ്, ഇപ്പോൾ ഈ KNR കൺസ്ട്രക്ഷൻസിനെതിരെ തന്നെ പണ്ട് ഇതേപോലെ സമാനമായ രീതിയിൽ ഒരു പരാതി വന്നു. അപ്പോൾ അതുപോലെ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ 6 മാസം കഴിഞ്ഞ് ആ ലൈസൻസ് തിരികെ ലഭിച്ചു, വീണ്ടും കരാർ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായി നാട്ടുകാർ പറഞ്ഞിരുന്നു, പാരിസ്ഥിതിക പഠനമൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന സംശയം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവരെന്താണോ പറഞ്ഞത് അത് ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യമാകുന്ന, അവരുടെ ആശങ്കകളൊക്കെ യാഥാർത്ഥ്യമാകുന്നത് കാണുകയാണ്. ഈ ഒരു കരിമ്പട്ടികയിൽപ്പെടുത്തിയത് കൊണ്ട് മാത്രം പരിഹാരമാകില്ലല്ലോ. കരിമ്പട്ടികയിൽപ്പെടുത്തിയത് കൊണ്ട് മാത്രം പരിഹാരമായില്ല. മാത്രവുമല്ല, നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഈ കൺസ്ട്രക്ഷൻ എടുത്ത ചില കമ്പനികളിലൊന്നാണ് മേഘ കൺസ്ട്രക്ഷൻസ്. ഇങ്ങനെ ഇത്തരം പല കമ്പനികളും കേന്ദ്ര സർക്കാരിനും അതത് സംസ്ഥാന സർക്കാരുകൾക്കും കോടിക്കണക്കിന് രൂപയാണ് സംഭാവന ഇനത്തിൽ കൊടുക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടായി തന്നെ നിരവധി കോടികൾ ഇവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പണം ലഭിക്കുന്ന ഇടങ്ങളിലുള്ള ആളുകൾക്ക് ഇനി പണി കൊടുക്കാതിരിക്കില്ല ഈ സർക്കാരുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ച് മാസത്തേക്ക് ഇവരെ പണിയിൽ നിന്ന് വിലക്ക് നിർത്തിയിട്ടൊരു കാര്യമില്ല. കൂരിയാട് ഇപ്പോൾ ഈ 31-ാം തീയതി ഉദ്ഘാടനം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനിരുന്ന ഇടത്താണ് ഈ കുഴപ്പം സംഭവിച്ചത്. ഒരുപക്ഷെ ജനങ്ങൾക്ക് വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചതെങ്കിൽ അതിരൂക്ഷമായ ഒരു കുഴപ്പമായിട്ട് അത് മാറുമായിരുന്നു. നമ്മുടെ കുറേയേറെ സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടമാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, പാരിസ്ഥിതികാഘാത പഠനം നടത്തിയില്ലേ, പ്രാദേശികമായ ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ടില്ലേ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിക്കുന്നതിന്റെ കൂടെ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഇക്കാര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. ആര്യ, എന്തൊക്കെ ആകും നിതിൻ ഗഡ്കരി വിളിച്ചിട്ടുള്ള യോഗത്തിൽ ചർച്ചയാകുക എന്ന് നമുക്ക് അറിയാനുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എല്ലാ ദേശീയപാതകളും പണിയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. വിവിധ കമ്പനികൾക്ക് കരാർ കൊടുത്തിട്ടാണ് NHAI പണി ചെയ്യുക. NHAI ആണ് ഡിസൈനും ഇതിന്റെ വർക്കും ഇതിനുശേഷമുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അടക്കം മുഴുവൻ കാര്യങ്ങളും NHAI ആണ് നടത്തുന്നത്. അതെ, കൃത്യമായി. ഇപ്പം ഒരുപക്ഷെ കേരളത്തിൽ രാഷ്ട്രീയ വിവാദമായി ഇത് മാറിയിട്ടുണ്ട്. ക്രെഡിറ്റ് ആർക്കാണ്, ഫ്ലെക്സും റീലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. പക്ഷെ അതിനപ്പുറമൊക്കെ യൂണിയൻ ലിസ്റ്റിൽ 7-ാം ഷെഡ്യൂളിൽ കൃത്യമായി ഈ ദേശീയപാതയുടെ നിർമ്മാണം അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന NHAIയുടേതാണ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ സംശയങ്ങളുടെ കാര്യമില്ല. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പണമൊക്കെ 5000-ലധികം പണം 5780 കോടി രൂപ കിഫ്ബി വഴി സ്ഥലം ഏറ്റെടുക്കലിനായി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 25% കോസ്റ്റ് കേരളം വഹിച്ചിട്ടുണ്ട്. എന്തൊക്കെയാകും നിതിൻ ഗഡ്കരി വിളിച്ച യോഗത്തിൽ ചർച്ചയാവുക? അതിലേറ്റവും പ്രധാനം കേരളത്തിലെ ദേശീയപാത നിർമ്മാണം അത് ഏത് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ അതിലൊരു സുരക്ഷാ ഓഡിറ്റും ഉണ്ടാകുമോ? കാരണം ഇപ്പോൾ പൂർത്തിയാകാനായിരിക്കുന്നു തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ. അതിൽ സുരക്ഷാ ഓഡിറ്റിംഗ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. തീർച്ചയായും. അതുപോലെ തന്നെയാണ് കൂരിയാട് ദേശീയപാത എന്തുകൊണ്ട് തകർന്നു, ഹീവിംഗ് എന്നൊരു പ്രതിഭാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കൂരിയാട് വയലാണ്. അപ്പോൾ ഈ വയലിൽ ഇതുപോലെ മണ്ണ് തെന്നി മാറുന്ന പ്രതിഭാസം ഉണ്ടാകാൻ ഇടയായത് എന്തുകൊണ്ടാണ്? സോയിൽ സ്റ്റഡി നടത്താതെയാണോ ഈ കൺസ്ട്രക്ഷൻ നടന്നത്? എന്തുകൊണ്ട് കൂരിയാട് ദേശീയപാത തകർന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഈ യോഗത്തിൽ ചർച്ച വരിക. അത് കഴിഞ്ഞ കൊല്ലം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ അത് ദേശീയപാത അതോറിറ്റി പരിഗണിച്ചോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നു.